അഖിലിനെ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ഗർഭധാരണവും പ്രസവവും. വാക്കിൽ നിന്ന് വഴുതിപ്പോയൊരു വേർഡ് എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാതെ പോയ ഒരു വിവരമില്ലായ്മ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രികളുടെയും മരുന്ന് കമ്പനികളുടെയും ഇടയിൽ ഉണ്ടാകുന്ന ചില കോൺഫ്ലിക്ട്സിനെ കുറിച്ചാണ് അഖിൽ മാരാര് പറയാൻ ഉരുമ്പിട്ടത്. പക്ഷെ പറഞ്ഞു വന്ന് പിടിച്ചു വന്നപ്പോ അതിന്റെ രീതി മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മദറാണ്. കാരണം എന്റെ പീരീഡ്സ് ടൈമിൽ എന്റെ മകനാണ് എനിക്ക് പാഡ് വാങ്ങിച്ച് തരാറ്. അത് ഞാൻ ഷെയർ ചെയ്തപ്പോ വളരെ മോശമായിട്ട് പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്റെ ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് പുള്ളിക്കാരൻ അതിനെ മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീ ഒരപരാധം, അതായത് തൊഴുത്തിൽ കുത്ത് എന്നൊക്കെയാണ് എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് ആർത്തവമാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിവുള്ള ഇവൻ ഒരു കഴിവേറിയാണെന്ന്. നമസ്കാരം, സിനിമാ കമ്പനിയിലേക്ക് സ്വാഗതം. ഞാൻ ഹൃദയ ജോർജ്. ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ വോയിസിന്റെ ഉടമയും സീരിയൽ സിനിമാ രംഗത്തെ നടിയുമായ KS മനീഷ മാം ആണ്. മാം, വെൽക്കം ടു ദ ഷോ. ഹൃദ്യമായ സ്വാഗതം. ഓക്കെ മാം, അപ്പൊ മാമിനെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരിക. എന്നുവെച്ചാ ദൈവസ്നേഹം വർണ്ണിച്ചിടാം എന്നുള്ള പാട്ട്. ഞാൻ പണ്ട് പള്ളിയിൽ കാണാപ്പാടം പഠിച്ച പാട്ട്, ലൈക് ചെറുതിലോട്ടെ കേൾക്കുന്ന പാട്ട്. അപ്പം മാമിന്റെ വോയിസിൽ അതൊന്നൊരു 4 വരി കേട്ട് തുടങ്ങാമോ? അത് ഈ മാം വിളി ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. ആന്റീന്നോ ചേച്ചീന്നോ എന്താണെങ്കിലും വിളിച്ചോ. ചേച്ചി. സന്തോഷം. ദൈവസ്നേഹം 4 വരി അല്ലെ? എന്റെ തൊണ്ടടഞ്ഞിരിക്കുകയാണ്. സാധാരണ സിംഗേഴ്സ് പറയണ പോലെ അല്ല കേട്ടോ ഞാൻ പറയണേ. ഇത്തിരി ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് എല്ലാവർക്കും കുറെ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ അത് എന്നെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്നാലും ഞാൻ പാടാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. താങ്ക് യു സോ മച്ച് മാം. ഞാൻ ആദ്യമായിട്ട് ശരിക്കും റിയൽ ആയിട്ട് പാടുന്ന ഒരു സിംഗറിന്റെ സോങ്സ് നേരിട്ട് കേൾക്കുന്നു. ഒത്തിരി സന്തോഷം മാം. ഞാൻ പല ഇന്റർവ്യൂസിലും ശ്രദ്ധിച്ചത് മാം പാട്ടുകാരിയാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രൗഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആക്ടിങ്ങിനേലും കൂടുതൽ പാട്ടുകാരി എന്ന് പറയുമ്പോൾ ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം? സ്വാഭാവികം. അതിപ്പോ നമ്മള് ഒരു സമൂഹത്തിന്റെ മുന്നിൽ പോയിട്ട് ഞാനൊരു നടിയാണ് എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയാൽ മതി. പാട്ടുകാരിയാണെന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻ ഡിഫറെന്റ് ആണ്. നടിയാണെന്ന് പറയുമ്പോൾ ഒന്ന് പുരുകം ചൊളിയും. നടിയോ? പാട്ടുകാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജനസമ്മിതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? പാട്ടുകാരുടെ ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ എല്ലാവരും പറയാറില്ലേ, ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാൻ പറ്റിയായിരുന്നെങ്കിലെന്ന്. സംഗീതം എന്ന് പറയുന്നത് എല്ലാ കലകളിലും അത്യുന്നതമായ ഒരു കലയാണ് സംഗീതം. അത് ജന്മന നമുക്ക് കിട്ടേണ്ട ഒരു കഴിവാണ് സംഗീതം. സംഗീതം അങ്ങനെ നമുക്ക് ഒരു ജന്മത്തിൽ എപ്പോഴെങ്കിലും ട്രെയിൻ ചെയ്ത് എടുത്താൽ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോ പാട്ട് എന്ന് പറയുന്നത് അത്രയും നല്ലൊരു കഴിവ് ദൈവം എനിക്ക് തരുമ്പോൾ സ്വാഭാവികമായിട്ടും പാട്ടുകാരി എന്നറിയപ്പെടാൻ തന്നെയല്ലേ ആരായാലും ആഗ്രഹിക്കും. തീർച്ചയായിട്ടും 100%. ഓക്കെ മാം, അപ്പൊ ഇപ്പം 30 മാം തന്നെയാണല്ലേ വിളി? ചേച്ചി ഇപ്പൊ 30-ലേറെ വർഷമായി ഇപ്പം ഈ കരിയറിൽ നിൽക്കുന്നത്. അപ്പം
അതിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നതാണ് ലെജൻഡ് എന്ന് പറയുന്ന SPB സാറിന്റെ കൂടെ വളരെ മൗനമാ സോങ് പാടിയത്. എന്ത് രസാ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്? ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് വട്ടം പലരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ട പോലുള്ള ഒരു അനുഭവമാണ്. നമ്മൾ ദൈവത്തെ നേരിട്ട് കാണുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ എന്താണ് ഒരു മനുഷ്യന്, അത് തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്, അത് എന്റെ ജീവിതത്തിൽ ഇനി അതുപോലൊരു സൗഭാഗ്യം കിട്ടില്ല എന്നുള്ളത് അന്ന് ഞാൻ അത്രയും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതിനുശേഷം SPB സാറ് മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോ ജീവിതത്തിൽ വന്ന് എന്നെ തൊട്ട് അനുഗ്രഹിച്ച് പോയ പോലത്തെ ഒരു സമ്മോഹനമായൊരു നിമിഷമായിരുന്നു അത്. അത് റിപ്പീറ്റ് ചെയ്യപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. എപ്പോഴും മനസ്സിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാം, അപ്പം ഞാനിപ്പോ ഇന്റർവ്യൂസിൽ ശ്രദ്ധിച്ചൊരു കാര്യം, മാം എപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫിലും എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലൈഫിലായിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോ മാം പറഞ്ഞത് ഭയങ്കര കണക്ട് ആയി എനിക്ക്. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ എനിക്ക് ഹേർട്ട് ആയിട്ടുള്ളത്, എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെയും ഫ്രണ്ട്സ് ലൈക്ക് ഗേൾസ് ആണ് കൂടുതലും കുത്തിത്തിരിപ്പ് ഉണ്ടാകാൻ ശ്രമിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര കണക്ട് ആയി. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുമ്പോ എങ്ങനെയാണ് മാം അത് റിയാക്ട് ചെയ്യുന്നത്, അതിനോട് ഡീൽ ചെയ്യുന്നത്? പൊട്ടിത്തെറിച്ച് പോവാറുണ്ടോ? അയ്യോ, ഞാൻ പൊട്ടിത്തെറിയുടെ ഉസ്താദാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ജീവിതം നമ്മളെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ പ്രായമാകും തോറും വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും തോറും നമുക്ക് ഒരുപാട് പരിണാമങ്ങൾ സംഭവിക്കും. അത് ശരീരത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ഒക്കെ അത് സ്വാധീനിക്കും ചുറ്റുപാടുകൾ. ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്വഭാവത്തില് ഞാൻ സൈലന്റ് ആവാനിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലത് അത് അർഹിക്കുന്നില്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, പാത്രം അറിഞ്ഞ ഭിക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മറുപടിയും അങ്ങനെ തന്നെയാണ്. ചിലതൊന്നും അർഹിക്കപ്പെടുന്ന അവരർഹിക്കുന്നില്ല മറുപടി. അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും പലപ്പോഴും നമ്മുടെ വില പോകും. കാരണം എന്ന് വെച്ചാല് ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മളത് തിരുത്തി കൊടുത്താൽ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കണം. അല്ലാത്തിടത്തോളം നമ്മൾ ഒരാളോട് അതിന് മറുപടി കൊടുത്തത് കൊണ്ട് നമ്മൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുക, നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും ഉണ്ടാവില്ല. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ വനിതാ ദിനത്തിന്റെ അന്ന് ഞാൻ സ്റ്റേജിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി. അന്ന് ആ വനിതാ ദിനത്തിൽ വനിതകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വേദിയിൽ പീരീഡ്സും അതിനോടനുബന്ധിച്ച് പുരുഷന്റെ ഭാഗത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന സപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു തുറന്നൊരു ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. വനിതാ വേദിയിൽ വനിതയെ കുറിച്ചുള്ള സംസാരമായിരിക്കുമല്ലോ ഉണ്ടാവും. അങ്ങനെ ഒരു വേദിയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മദറാണ്. കാരണം എന്റെ പീരീഡ്സ് ടൈമിൽ എന്റെ മകനാണ് എനിക്ക് പാഡ് വാങ്ങിച്ച് തരാറ്. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു അമ്മയുടെ ശാരീരിക വേദനകളും പ്രതിസന്ധികളും ഉള്ളത് ഒരു മകനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ മകന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോ അവന് മനസ്സിലാവുള്ളൂ, ഓ എന്റെ അമ്മ അന്ന് അനുഭവിച്ചതാണല്ലോ ഇവള്. അപ്പോഴാണ് ഒരു അനുകമ്പ ഉണ്ടാവുക, ആ കുട്ടിയോട് ഒരു വാത്സല്യം ഉണ്ടാവുക, അവളെ ടേക്ക് കെയർ ചെയ്യാൻ തോന്നാം. അതൊരു അമ്മയെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അത് ഞാൻ ഷെയർ ചെയ്തപ്പോ വളരെ മോശമായിട്ട്, എന്റെ അഭിപ്രായത്തില് ഒരു മേൽവസ്ത്രം പോലും ഉടുക്കാതെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പുരുഷന് ശരീരം പ്രദർശിപ്പിച്ചാൽ കുഴപ്പമില്ലെന്നായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ വാദിക്കുന്നുണ്ടാവുക. ആരാണെങ്കിലും ഇരിക്കുന്ന പോസ്ചറും ഇതും മോശമാണെങ്കിൽ മോശം തന്നെയാണ് അല്ലെ. അപ്പൊ പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്റെ ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് പുള്ളിക്കാരൻ അതിനെ മറുപടി പറയുന്നതെന്ന് വെച്ചാൽ, ഈ സ്ത്രീ ഒരു അപരാധം, അതായത് തൊഴുത്തിൽ കുത്ത് എന്നൊക്കെയാണ് എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളാണ്. പുള്ളി പറയുന്നുണ്ട് ഇവരാരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബിഗ് ബോസിൽ 3-4 ദിവസം വന്ന് പാത്രം കഴുകാൻ വന്നു എന്ന്. പിന്നെ പറയുന്നത് ഇവരുടെ മകനാണ് ഇത്ര പാഡ് വാങ്ങിച്ചു തരാറ്. അപ്പൊ സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് ആർത്തവമാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിവുള്ള ഇവൻ ഒരു കഴിവേറിയാണെന്ന്. നെഗറ്റിവിറ്റി അപ്പൊ ഉള്ളിലുണ്ടായിട്ട്, നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാല് ഒരാളെ അനാവശ്യ പദം ഉപയോഗിച്ച്
ആ, വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതെ. എന്റെ മകനെ ആ ഒരു പദം പ്രയോഗിക്കാൻ ഈ ഭൂമിയില് ഒരാൾക്കും അനുവാദമില്ല, ഞാൻ അടക്കം. അതെ. കഴിവേറി എന്ന് പറയുന്നത് ഒരു ചീത്ത വാക്കാണ് അതെ. മലയാളത്തിൽ. അത് മാത്രമല്ല, ആ പയ്യൻ അതിനകത്ത് പറയുന്നുണ്ട്, തിരുവനന്തപുരം ഭാഗത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേറൊരു പേര് ആണ് എന്നാണ്. അതൊക്കെ നമുക്കറിയാം എന്താണ് ആ പേരെന്നൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്ര കണ്ട് ആധികാരികമായിട്ട് ഒരാളെ കുറിച്ച് മോശം പറയാൻ ആർക്കാണ് ഇവിടെ അവകാശം? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താം നല്ല ഭാഷ ഉപയോഗിച്ച്. ഇതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, സ്വന്തം വിഡ്ഢിത്തരം വിളമ്പുന്നതിനോടൊപ്പം നമ്മളെ മോശമായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വീഡിയോ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ അതിനൊരു റിയാക്ഷൻ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടുന്നതിനേക്കാൾ എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി ഒരുപാട് പേര് സംസാരിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് സംസാരിച്ചു. അപ്പൊ അതിലൊരു ലച്ചു എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി പേഴ്സണലി ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഈ ചെക്കനെ കുറിച്ച് ഇങ്ങനെ, അയ്യോ ഇത്രയും ബോധമില്ലാണ്ടാണോ ജീവിക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആമ്പിള്ളേരും ഇവിടെ ഈ ഭൂമിയിലുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമം തോന്നുന്നുള്ളതിൽ വളരെ മാന്യമായിട്ട് ആ കുട്ടി ഒരു പോസ്റ്റ് ഇട്ടേല് താഴെ വന്ന് വളരെ മോശമായിട്ട് ആ കുട്ടിയെ കുറിച്ച് വളരെ മോശമായിട്ട് ഇയാള് പ്രതികരിച്ചു. അത് മാത്രല്ല, ഈ വിധി വിളമ്പിയ ഒരു വലിയൊരു സംഗതി എന്താന്ന് വെച്ചാല്, ഒരു സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ ആർത്തവം വേണമെന്നില്ല എന്ന്. എത്ര വലിയ ബയോളജി ക്ലാസ്സിലെ കുട്ടി പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ബയോളജി ക്ലാസ് പോയിട്ട് അവൻ 5ാം ക്ലാസ് തന്നെ പാസ്സായോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവന്റെ വീട്ടിൽ ഇവന് പെങ്ങന്മാരുണ്ടെന്ന് പറയുന്നു, അമ്മ ഉണ്ട്. എന്റെയൊക്കെ വീട്ടില് പെങ്ങന്മാരും അമ്മയൊക്കെ ഈ ഒരു സമയത്ത് അവരെ കാണാറ് പോലും ഇല്ല അത്ര. അത് തന്നെ എന്തൊരു വലിയ, ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു വലിയ നാണക്കേടാണ് നമുക്ക്. അതെ, മാം ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം റീസെന്റ് ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയാണ് അഖിൽ മാരാറിന്റെ കേസ്. പ്രസവത്തിനെ കുറിച്ചാണ് പുള്ളിയും, പ്രസവം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിചയമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള. അപ്പൊ അതിനെ കുറിച്ച് മാം എന്ത്? അതിലെനിക്ക് പറയാനുള്ളൊരു ചില സംഗതികൾ എന്താണെന്ന് വെച്ചാല്, ഇപ്പം അഖിലിനെ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല, ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞത്. അതായത് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ഗർഭധാരണവും പ്രസവവും. ഗർഭധാരണ സമയത്ത് ചിലപ്പോ എല്ലാ പ്രിവിലേജും കിട്ടുന്നത് കൊണ്ടും എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുന്നത് കൊണ്ടും ചിലപ്പോ ചില ഗർഭിണികൾ ഞാനൊക്കെ എൻജോയ് ചെയ്തിരുന്നു. കാരണം ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. എനിക്ക് കുടുംബത്തിൽ ഭയങ്കര പ്രിവിലേജ് ആണ്. ഞാൻ വരുമ്പോ എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിലും ചിലപ്പോൾ എണീറ്റ് തരും, അയ്യോ അവള് ഇരിക്കട്ടെ ഗർഭിണിയാണ്. അതൊക്കെ ഒരു എൻജോയ്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സമയത്തും ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ശാരീരികപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണത്. പിന്നെ ഇപ്പോ എനിക്കതില് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നാക്കിൽ നിന്ന് വഴുതിപ്പോയൊരു വേർഡ് എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാതെ പോയ ഒരു വിവരമില്ലായ്മ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാല്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അഖില് പറയാൻ ഉദ്ദേശിച്ച ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഇപ്പോഴത്തെ കാലഘട്ടത്ത്, ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ അമ്മ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ഒരു ഡോക്ടറായിരുന്നു, ആയുർവേദ ഡോക്ടറായിരുന്നു. അമ്മ DMO ആയിട്ടാണ് വിരമിച്ചത്. എന്നിട്ട് പോലും അമ്മ ആ കാലത്ത് വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടില് പ്രസവം നടന്ന കാലഘട്ടത്തില് മറ്റുള്ളവരെ ഭയപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ പ്രസവം കഴിഞ്ഞ് ഞാൻ നെല്ല് കുത്തി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചില കഥകളാണ്. അതൊക്കെ ഭംഗ്യന്തരേണ നമ്മൾ പറയില്ലേ, ഈ ഗന്ധർവൻ പിടിക്കും അതുകൊണ്ട് പുറത്തിറങ്ങരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ പിടിക്കുന്നത് കൊണ്ടല്ല, ഒരു പെൺകുട്ടി രാത്രി പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്കൊരു എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മൾ ഭയപ്പെട്ട് പുറത്തേക്ക് പോവാണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയായിരിക്കാം നെല്ലുകുത്തിയ കഥയൊക്കെ പണ്ടുള്ളവർ പറയുന്നത്. അല്ലാതെ പ്രസവം ഒരിക്കലും ഒരു ഈസി വേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും, ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, പുറന്തള്ളപ്പെടുകയാണ്. അതുമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ സെലിബ്രിറ്റീസിന്റെ നമ്മൾ വൈറലായിട്ട് കാണുന്നത്, ഇപ്പൊ ദിയ കൃഷ്ണ, എല്ലാവരുടെയും നമ്മൾ അതാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ വളരെ തുച്ഛമായ
കാശുകൊണ്ട് പ്രസവം നടത്തിയിരുന്ന ആശുപത്രികളിൽ ഇന്ന് ലക്ഷങ്ങൾ മുടക്കേണ്ടിയിരിക്കും. അത് ഈ ആശുപത്രികളുടെയും മരുന്ന് കമ്പനികളുടെയും ഇടയിൽ ഉണ്ടാകുന്ന ചില കോൺഫ്ലിക്ട്സിനെ കുറിച്ചാണ് അഖിൽ മാരാര് പറയാൻ ഉരുമ്പിട്ടത്. പക്ഷെ പറഞ്ഞു വന്ന് പിടിച്ചു വന്നപ്പോ അതിന്റെ രീതി മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിനകത്ത് ആയുർ രംഗങ്ങളിലുള്ള ഈ മെഡിക്കൽ ഇതിലുള്ള ഒരുപാട് ഇത്തരം അപകടങ്ങൾ, പതിയിരിക്കുന്ന അപകടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുള്ളതുണ്ട്. അല്ലാതെ ഗർഭിണികൾ എൻജോയ്മെന്റോട് കൂടി പ്രസവിക്കണം, അതിനെ മാതാപിതാക്കളെ ആശുപത്രികൾ പേടിപ്പിച്ച് ഈ രീതിയിലാക്കുന്നു എന്നുള്ള രീതിയിലല്ല പറയേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു കാര്യവുമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോ പ്രസവങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ റൂമുകൾ, ഒരുപാട് ദിനങ്ങൾ. പിന്നെ അത് മാത്രമല്ല, എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കിയാൽ സുഖപ്രസവം നടത്താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് നാളിന്റെ സമയം നോക്കി ഇന്ന നാളിൽ കുട്ടി ജനിക്കണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള ഭയം കൊണ്ടൊക്കെ പലരും സിസേറിയൻ ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ചില കോൺഫ്ലിക്ട്സ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊക്കെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആശാൻ സത്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷെ പറഞ്ഞു പിടിച്ചു വന്നപ്പോ കയ്യിൽ നിന്ന് പോയി. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ശരി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി, എനിക്കൊരു അബദ്ധം പറ്റി, അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനൊരു മാപ്പ് പറഞ്ഞില്ലെങ്കിലും മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാന്യതയാണ്. അതിന് പകരം എനിക്ക് അഖില് വന്ന് ഈ പ്രസവത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചല്ല എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. ഭാര്യയെയും മക്കളെയും കൂട്ടിയിരുത്തി ഇതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാല്, എന്റെ പറമ്പിൽ വന്ന് വിസർജിക്കാൻ വരുന്ന പട്ടികളുടെ എന്നുള്ള രീതിയിൽ ഉപമിച്ചത്, അത് കേട്ട് വളരെ ചെറിയ മോള് ചിരിക്കുകയാണ്. അത് ഒരു നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടികളുടെ മനസ്സിലും എന്താണ് ശരിക്കുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത അച്ഛനും അമ്മയുമായ അഖിലിനും ഭാര്യയ്ക്കുമുണ്ട്. കുട്ടികളെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പൊതുമധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കാണ്ടിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് എനിക്ക് ഇതെന്റെ മാത്രം എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. അഖിലിന് ചിലപ്പോൾ വേറെ ആയിരിക്കാം. ഒരു പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കാം. അവർക്കെല്ലാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്ന ഫാമിലി ആയിരിക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ മക്കളെ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിന് വീണ്ടും വീണ്ടും നിന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വീണ്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഞാൻ ഒരിക്കലും ആവില്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നത് പണ്ട് തൊട്ടേയുള്ള ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെതിരെ ഇപ്പം നോ പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ധൈര്യം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണവും നമ്മുടെ ഇങ്ങനെ ഇതുപോലുള്ള ഓരോരോ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ടിട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ധൈര്യത്തിന് ഇപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ചുറ്റുപാടും ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ മനോനിലയും ഒക്കെ അനുസരിച്ചായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ എല്ലാവർക്കും പറയാൻ പറ്റിക്കോണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചിട്ടാണ്, അതിപ്പോ ആണായാലും പെണ്ണായാലും ധൈര്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും ധൈര്യം ചിലപ്പോ ആ ചുറ്റുപാടനുസരിച്ച് ചിലപ്പോ ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, പെണ്ണുങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഈ ചൂഷണങ്ങൾ നടക്കുന്നത്, ഇത് ആൺപിള്ളേരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആണിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു എന്താ പറയാ, ഒരു പ്രസ്ഥാനമില്ല എന്നുള്ളതാണ് ഏറ്റവും. കാരണം എനിക്കൊരു മകനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. ഞാൻ മകളെ കുറിച്ച് മാത്രം ആകുലപ്പെട്ടിട്ട് കാര്യമില്ല, എന്റെ മകനെ കുറിച്ചും ഞാൻ ആകുലപ്പെടണം. അതാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. അതൊരു അച്ഛനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് രണ്ടുപേരും ഈക്വൽ ആണ്. രണ്ടുപേർക്കും മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അപ്പൊ അവിടെ സ്ത്രീക്ക് വേണ്ടി മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല, പുരുഷനുണ്ടാവുന്നതും സംസാരിക്കപ്പെടണം, അതും ചർച്ച ചെയ്യപ്പെടണം. അതിനുവേണ്ടിയും കൃത്യമായിട്ടുള്ള ഒരു ന്യായം, ഒരു വിധി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷയിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫെമിനിസം എന്ന് പറഞ്ഞ വിമണിന് കൂടുതൽ പവർ ഉണ്ടാവണം, അങ്ങനത്തെ രീതിയിൽ പോകുന്നുണ്ടോ ഫെമിനിസം എന്നുള്ള ഒരു ഇതെന്ന് തോന്നിയിട്ടുണ്ടോ? ഈക്വൽ പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും പലതും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ ബുദ്ധിയില്ലാത്ത നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അത് രണ്ടു വട്ടം ചിന്തിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിപ്പോ ഞാനാണെങ്കിലോട്ടെ, എന്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞ പോലെ പലപ്പോഴും പലതും നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും കയ്യിൽ നിന്നൊക്കെ പോവാറുണ്ട്. പക്ഷെ അതൊന്നും കൂടി ഒന്ന് അവലോകനം ചെയ്ത്
നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാൾ മേലെ ആവുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പരസ്പര ധാരണയോടുകൂടി പരസ്പരം ഉണ്ടാകുന്ന ക്ഷീണങ്ങളെ മനസ്സിലാക്കി, വിഷമങ്ങളെ മനസ്സിലാക്കി, വേദനകളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈക്വൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും സ്ത്രീയും പുരുഷനും തന്നെയാണ്. പുരുഷന്റേതായിട്ടുള്ള ബലവും സ്ത്രീയുടേതായിട്ടുള്ള അബലതകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇപ്പൊ എനിക്ക് ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നമ്മളിപ്പം എന്ത് ചെയ്താലും അങ്ങനെ ആവണം എന്നില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പോലെ ഒരു പുരുഷന് സ്ത്രീ ആവാനും പറ്റത്തില്ല പൂർണ്ണമായിട്ടും. എൻജോയ് ചെയ്ത് പ്രസവിക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. ഓക്കെ മാം പറയായിരുന്നു മാമിന്റെ അടുത്ത്, മാം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് സുന്ദരിയായിരിക്കാണ്. എന്താണ് ഇപ്പൊ അതിനുള്ള ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുക? ഈശ്വര, എന്റെ അടുത്തേ ഞാനിപ്പോ എന്റെ ഇപ്പോഴത്തെ റീസെന്റ് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു, അയ്യോ എങ്ങനെ വണ്ണം കുറച്ചു. ഞാൻ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു. വാസവദത്തൊക്കെ മറ്റേ താറാക്കുട്ടി ഓടണ പോലെ ഗുണ്ടുകൂടിയിട്ട് ഓടണ കാണുമ്പോ ഒക്കെ ഭയങ്കര ചിരി വരാറുണ്ടെന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരാറ് അത് കാണുമ്പോ. ഭയങ്കര വണ്ണമായിരുന്നു. ഒരു 100 kg മേലേക്ക് ഉണ്ടായിരുന്നു. ഒരു 21 കിലോയോളം എനിക്ക് കുറഞ്ഞു. അത് ഞാൻ ഡയറ്റ് ചെയ്തിട്ടല്ല, അതെനിക്ക് ഷുഗർ വന്ന് കുറഞ്ഞതാണ്. സാധാരണ ഇപ്പൊ എല്ലാരും നമ്മളിപ്പോ പറയാറുണ്ട്, അയ്യോ ചേച്ചി എങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഷുഗർ വന്ന് എന്റെ അടുത്ത് എല്ലാരും പറയും, എന്തിനാണ് ഇങ്ങനെ ഷുഗർ വന്ന് കുറഞ്ഞു എന്ന് പറയുന്നേ, എന്തെങ്കിലും ഡയറ്റ് ചെയ്ത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പോയെന്ന് ചെയ്യും. പക്ഷെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവുമായിരിക്കാം. എന്റെ അടുത്ത് പലരും ചോദിച്ചു, ചേച്ചി എന്ത് ഡയറ്റ് ആണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലണ്ടർ പറഞ്ഞാൽ, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ വല്ല അപകടത്തിൽ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ ഉത്തരവാദി ഞാനായിരിക്കും. അപ്പൊ അതിന് ഭേദം ഞാൻ ഷുഗർ വന്ന് മെലിഞ്ഞതാണ് എന്നങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ല. അതെ അതെ, സത്യം പറയുന്നതാണ് നല്ലത്. പിന്നെ ഈ ഷുഗർ വന്ന് മെലിയുക എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഷുഗർ വന്ന് മെലിയണമെന്നില്ല. ഇപ്പൊ എന്റെ ചേച്ചിക്കും ഷുഗർ ഉണ്ട്. പക്ഷെ ചേച്ചി അത്യാവശ്യം വണ്ണത്തില് ഇപ്പൊ ഡയറ്റ് നോക്കി ഇപ്പൊ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെയല്ല. ഞാന് എന്റെ ജീവിതത്തില് ഞാന് ഒരുപാട് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഹെർബാ ലൈഫ്, പിന്നെ പല ഡയറ്റുകളും ഞാൻ ചെയ്തിട്ടും എനിക്ക് തോന്നുന്നു ഞാന് ഒരു 10-20 കിലോയോളം ഹെർബാ ലൈഫ് കഴിച്ച് കുറഞ്ഞ ആള് 40 കിലോ പിന്നെ തിരിച്ചു കൂടിയിട്ടുണ്ട്. അത്രയും ഭയങ്കര. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡയറ്റ് ഒന്നും ചെയ്താലൊന്നും അങ്ങനെ വണ്ണം കുറയുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ കുറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ, നമുക്കൊരു അസുഖം വന്നിട്ട് കുറഞ്ഞതാണല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് വേറെ ചില ആൾക്കാര് എന്നെ കഴിഞ്ഞ ദിവസം ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വഴിയിൽ വെച്ചിട്ട് കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാനേ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാൻ വിട്ടു, ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുത്. അപ്പൊ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ പറയാം, ചേച്ചി എന്റെ ഭാര്യ പറഞ്ഞു ചേച്ചിക്ക് ക്യാൻസർ ആണ്. ഞാനേ എന്റെ ഭഗവാൻ, അപ്പൊ അതുകൊണ്ടാണ് വണ്ണം കുറഞ്ഞത്. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന അസുഖം വന്നിട്ട് കുറയുന്നതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അത്രയും വലിയ അസുഖമൊന്നും തൽക്കാലം ദൈവം എനിക്ക് തന്നിട്ടില്ല. ഇപ്പോ വലിയ കുഴപ്പമില്ലാതെ ചെറിയ ഈ ജീവിത ശൈലി രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് ഒന്ന് നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ എന്നെ കണ്ടാൽ ഞാൻ മിക്ക വേദികളിലും സാരി ഉടുത്തിട്ടാണ് കാണാറ്. ഞാൻ സാരി അങ്ങനെ ഉടുക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സാരി ഉടുക്കുമ്പോ. കാരണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുറിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ച് മെലിഞ്ഞപ്പോ സാരി ഉടുക്കാനൊക്കെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സാരി ഉടുക്കാറുണ്ട്. ഇതിൽ ഞാൻ വേറൊരു ഉപദേശം കൂടി ഞാൻ പറയാം. ഞാൻ മോളെക്കാളും മെലിഞ്ഞിട്ടായിരുന്നു പ്രസവത്തിന് മുന്നേ. പ്രസവത്തിന് ശേഷമാണ് എനിക്ക് വണ്ണം വെച്ചത്. അതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, നമ്മൾ സാധാരണ ഒരു 2 കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ സ്ത്രീകളുടെ ഒരു വിചാരം എന്താന്ന് വെച്ചാൽ, എന്റെ ജീവിതം അവസാനിച്ചു, ഇനിയിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിന്? പക്ഷെ അതല്ല, നമുക്കൊരു ലൈഫ് ഉണ്ട്. നമ്മൾ 2 പ്രസവിച്ചു, നമ്മള് ഈ ഭൂമിയിൽ എന്താ പറയാ വംശം നിലനിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ടും നമുക്ക് ജീവിതമുണ്ട്. ആ പ്രക്രിയ കഴിഞ്ഞു. നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവും തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സെൽഫ് എന്താ പറയാ ലവ് ആണ് വേണ്ടത്. പിന്നെ നമ്മൾ സ്വയം നമ്മളെ കണ്ണാടി നോക്കുക. മറ്റുള്ളൊരു നീ നന്നാവണം, അല്ലെങ്കിൽ നീ മെലിയണം, നീ നല്ല ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടായിക്കോണമെന്നില്ല. നമ്മൾ സ്വയം അങ്ങനെ തീരുമാനം എടുക്കുക. ഞാൻ നന്നാവണം, ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കണം, കണ്ണാടിയിൽ കാണുമ്പോ എന്നെ സുന്ദരിയായിട്ടിരിക്കണം. അതെ അതെ അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ പ്രസവത്തിന് ശേഷം ആ ഒരു സമയത്ത്? പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ലല്ലോ.
അങ്ങനെയല്ല. ഡിപ്രഷൻ വരാന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതുണ്ടായിരുന്നു. അങ്ങനത്തെ? അയ്യോ, അത് ഭയങ്കരമായിട്ട്. എന്റെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രസവം തൊട്ടേ ഞാൻ കുറച്ച് വണ്ണം വെച്ച് തുടങ്ങിയായിരുന്നു. സെക്കൻഡ് പ്രസവത്തിലാണ് എനിക്ക് ഈ ഷുഗറിന്റെ ഒരു വേരിയേഷൻ, കുഞ്ഞ് ഷുഗർ ഹൈ ആയിട്ട് ബിഗ് ബേബി ആയിരുന്നു. അപ്പോ ഞാനൊരു 21 ദിവസം, അതാണ് ഇപ്പം എൻജോയ് ചെയ്ത് പ്രസവിക്കുന്നതിന്റെ കഥ പറയുമ്പോഴുള്ള നമ്മുടെ കഥകളാണ്. ഒരു 6 മാസമൊക്കെ ആയപ്പോഴേക്കും തന്നെ ഞാൻ ഭയങ്കര വയറായിരുന്നു. പിന്നെ എനിക്ക് ഈ മറ്റേ ബിഫോർ ലേബർ പെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രക്രിയ, അതായത് ലേബർ പെയിൻ പോലെ തന്നെ ഒരു 7ാം മാസം തൊട്ടേ ആ പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വരും, അത് കഴിഞ്ഞ് അതങ്ങ് മാറും. അപ്പൊ അതൊരു ശീലമായി. പ്രസവിക്കുന്ന അതുവരെയും ഈ ഒരു പ്രസവ വേദന 7ാം മാസം തൊട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയും എല്ലാവർക്കും അങ്ങനെ ആയിക്കോണമെന്നില്ല. പിന്നെ ഈ വയറ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട് വയറിങ്ങനെ വളരെ ഇങ്ങനെ തൂങ്ങിയിട്ടായിരുന്നു. ഞാനപ്പോ അത് ലിപ്പോസിഷൻ ചെയ്തിട്ടാണ് എന്റെ വയറ് കുറെ മാംസം എന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പൊ പ്രസവം എന്ന് പറയുന്നത് അയ്യോ ഒട്ടും സുഖകരമായ ഒരു അവസ്ഥയേ അല്ല. ബെൽറ്റ് ഒക്കെ കെട്ടി ഭയങ്കര അസ്വസ്ഥതയായിരിക്കില്ലേ അങ്ങനെ ചെയ്യുന്നത്? അതായത് ഞാൻ പറയാം, നമ്മള് ഒരു ജീവനെ നമ്മൾ ഹോൾഡ് ചെയ്യാണ്. 9 മാസം കൊണ്ട് നടന്ന് അത് പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു കുഞ്ഞായിട്ട് അത് ഭൂമിയിലേക്ക് നമ്മൾ ജനനം കൊടുക്കുകയാണ്. ഒരു സാധാരണ, നമ്മളിപ്പോ ഈ സുഖപ്രസവം എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പൊ എല്ലാരും പറയാറുണ്ട്. സുഖപ്രസവം എന്ന് പറയുന്നത് കുഞ്ഞിനും അമ്മയ്ക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ആ പ്രസവം നടന്നു എന്നതിനെ പറയുന്നതാണ് സുഖപ്രസവം. അല്ലാണ്ട് ഒരു സുഖകരമായതല്ല അത്. ആ വേർഡ് എടുത്ത് കളഞ്ഞു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കണ്ടായി. അതിനകത്ത് പറയും, എനിക്ക് 8 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ തല പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ബ്ലേഡ് വെച്ചിട്ട് കീറും അവിടെ. അപ്പോ ആ പച്ചമാംസത്തിലാണ് കീറുന്നതും അത് പ്രസവം കഴിഞ്ഞ് തുന്നുന്നതും ആ പച്ചയോട് കൂടി തന്നെയാണ്. നമുക്ക് ഒരു പെയിൻ കില്ലറോ ഒരു മരവിക്കുന്ന മരുന്നോ ഒന്നും തരാതെ ആ പച്ച മാംസത്തിലാണ് 8 സ്റ്റിച്ചാണ്. പ്രസവം കഴിഞ്ഞ് എനിക്ക് അതിന്ന് ഒരു 3-4 സ്റ്റിച്ച് പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു. ആ പെയിനും പിന്നെ കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് നിപ്പിൾ ക്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വരും. അപ്പോ നമ്മൾ ആദ്യമായിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് നിപ്പിള് പൊട്ടി കുട്ടി പാല് കുടിക്കുകയും വേണം. കാരണം പാല് കൊടുക്കാണ്ടിരുന്നാൽ ഇത് വീർത്ത് വേറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ കുട്ടി പാല് കുടിച്ച് തന്നെ പോണം. ആ പാല് കുടിക്കുന്ന സമയത്ത് ഈ ചിലപ്പോ ബ്ലഡ് വരെയും കുട്ടി വലിച്ചു കുടിച്ചു എന്നിരിക്കുക. അപ്പൊ ഇത്തരം കുറെ പ്രശ്നങ്ങള് ഒരു പ്രസവത്തിലൂടെയും ഒരു സ്ത്രീ അതിജീവിക്കുന്നതാണ്. പക്ഷെ അഖിൽമാരാര് പറഞ്ഞത് ഒരുപക്ഷെ ഇതിനെ കുറിച്ചൊന്നുമല്ല, ഈ ആരോഗ്യ മേഖലയിലുള്ള ചില അതിക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നതെങ്കിൽ കൂടി അത് വന്ന് പെട്ടുപോയത് ഇങ്ങനെയായി പോയതായിരിക്കും. ശ്രദ്ധിക്കണമല്ലോ. അതെ 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 അതെ. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന വെച്ചാൽ, ഇപ്പം ഫേക്ക് ന്യൂസും ഒറിജിനൽ ന്യൂസും ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ക്ഷീണിച്ചെന്ന് പറഞ്ഞപ്പോ ക്യാൻസർ ആയിരിക്കും എന്ന് ആൾക്കാർ ഊഹിച്ച പോലെ അതിപ്പം വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാം, മനുഷ്യ കേസ് ക്ഷീണിച്ചത് ഇന്ന കാരണം കൊണ്ടൊക്കെ പറഞ്ഞു വരുന്നത്. ദൈവഭാഗ്യത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞിടക്ക് തന്നെ ഒരു ആക്ടർ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അത് ഇപ്പം സുശീലാമ്മേനെയൊക്കെ എത്ര തവണ കൊന്നു എന്നാണ് വിചാരം, ജാനകി അമ്മേനെയൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അവര് തന്നെ ലൈവില് വന്ന് പറയണ്ടായി ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഒരു മനുഷ്യന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ ഒരു ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക രീതി എന്താന്ന് വെച്ചാൽ റീച്ച് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അത് പല ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു റെലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകളല്ല പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഇപ്പം ഇതിന്റെ അടിയിൽ ചിലപ്പോ കമന്റ് വരാം, ഇന്ത് റെലവന്റ് ആയിട്ടാണ് നിങ്ങളുടെ ഇന്റർവ്യൂവിനകത്ത് വന്നതെന്ന്. അങ്ങനെ നമുക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ. ഇതൊന്നും അല്ലാതെ ഇപ്പൊ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും പല ഈ സോഷ്യൽ മീഡിയ ഈ പല പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ കൊണ്ടു നിൽക്കുന്ന പല മീഡിയക്കാരെയും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്നതും സാരിയുടെ വില എത്രയാണെന്നും ഈ മറ്റേ ഓർണമെന്റ്സിന്റെ വില എത്രയാണെന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഞാൻ
പാട്ടുപാടി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്, എന്റെ എന്തെങ്കിലും ഒരു കലാപരമായിട്ട് ഞാൻ ചെയ്യുന്നത്, അതിനൊന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ വെറുതെ. അപ്പൊ അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ്സ് വന്നാലും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് ആ കമന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കമന്റ്സ് ആയാലും മതി. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ നമ്മൾ ഒരാളത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്നെ വലിച്ചു കയറാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. ഇതിപ്പോ ഞാനിപ്പോ നേരിട്ട് പറഞ്ഞു, ഇപ്പൊ ചില സോഷ്യൽ മീഡിയക്കാരോട് ഞാനിപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, കുറച്ചും കൂടി നല്ല കണ്ടന്റ്സ് ഇട്ടൂടെ എന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം മുതൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയിട്ട് ഒരുപാട് മറ്റ് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോ എന്റെ സാരിയുടെ അറ്റം വരെ വരും, എന്റെ സാരി കാണുമ്പോഴേക്കും പെട്ടെന്ന് ഇപ്പുറത്തേക്ക് മാറ്റി അടുത്ത ആൾക്കാരെ കാണിക്കും. അപ്പൊ തൊട്ടിപ്പുറത്ത് ഞാൻ ഇരിപ്പുണ്ട്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ സെലിബ്രിറ്റി പരിവേഷവും ഇപ്പോഴത്തെ എന്താ പറയാ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന രീതികൾ. മാം അപ്പം സിംഗറാണ്, ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ കഴിവുള്ള ഒരാളാണ്. റേഡിയോ ജോക്കി ആയിരുന്നു. അപ്പൊ ഞാൻ കണ്ടു റേഡിയോ നാടകത്തിലൊക്കെ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മെയിൽ വോയിസിലൊക്കെ ഡബ് ചെയ്ത്. അപ്പൊ അങ്ങനെ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ഫാൻസ് ഒന്നുമല്ല, വലിയൊരു അബദ്ധമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാണത്. എനിക്ക് സാധാരണ ഈ റോങ് കോൾസ് വരുമ്പോ ഞാൻ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ സാധാരണ എനിക്ക് അറിഞ്ഞുകൂടാത്ത നമ്പേഴ്സ് വരുമ്പോ ഞാൻ മകന്റെ അടുത്താണ് കൊടുക്കാറ്. ഒരു എന്തെങ്കിലും കാരണവശാൽ മകൻ എന്റെ തൊട്ടടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കേണ്ടി വന്നാൽ ഞാനപ്പോ മെയിൽ വോയിസിൽ സംസാരിക്കും. ഹലോ, പറയൂ. അങ്ങനെ ഒരു റോങ് കോള് വന്നപ്പോ അതൊരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഹലോ ആരാ, ഈ കുട്ടിക്ക് എന്റെ വോയിസ് കേട്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് ഇടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും പറ്റാത്ത അവസ്ഥയായി, കാരണം ഞാൻ മറ്റേ വോയിസിലാണല്ലോ ഇതൊക്കെ. അവസാനം ഈ കുട്ടി അങ്ങ് ഭയങ്കര അഡിക്ഷൻ ആയിപ്പോയി. പിന്നെ എപ്പോഴും വിളിയായി, എപ്പോഴും. പിന്നെ അവസാനം എനിക്ക് റിവീൽ ചെയ്യേണ്ടി വന്നു. അയ്യോ സോറി. ഹലോ, എന്റെ കുടുംബ പേര് മനീഷ മാമിന്റെ നമ്പർ അല്ലേ? അതെ, ഇത് ഞാൻ മനീഷയുടെ ബ്രദറാണ്. അത് ഫോണിൽ കൂടെ കേൾക്കുമ്പോ ശരിക്കും ഒരു അതെ അതെ അതെ. എന്നെ കലാഭവൻ മണിച്ചേട്ടൻ എന്നെ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ, ഇവളാള് പുലിയാണ്, ഇവള് ആണുങ്ങളുടെ ശബ്ദത്തിൽ വരെ ചിലപ്പോ സംസാരിച്ച കളയെന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ റേഡിയോയില് 13 വർഷം ഞാൻ റേഡിയോയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് റേഡിയോ നാടകങ്ങളൊക്കെ ചെയ്യണ സമയത്ത് 5ഉം 6ഉം കഥാപാത്രങ്ങൾ ഇപ്പൊ വയസ്സായ അമ്മാമ്മയുടെ വയസ്സ്, എന്താ മോളെ അങ്ങനെ, പിന്നെ കുട്ടിയുടെ വയസ്സ് ലോകമേ തഴവാട്, അങ്ങനെ എല്ലാത്തരം ശബ്ദങ്ങളും പല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ഇപ്പൊ ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് പിന്നെ അതൊരു രസമാണത്. ഇപ്പൊ ഞാൻ ആകാശവാണിയുടെ ബിഹൈ ഓഡിഷന്റെ ആർട്ടിസ്റ്റും കൂടിയാണ്. ഇപ്പോ അന്താരാഷ്ട്ര റേഡിയോ നാടക മത്സരം നടക്കുകയാണ്. അപ്പം ട്രിവാൻഡ്രത്ത് ലാലേട്ടനൊക്കെയാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത് എന്നാണ് കേട്ടത്. അപ്പൊ ഞാൻ തൃശ്ശൂർ ആകാശവാണി നിലയത്തിലാണ്. അപ്പൊ ഞങ്ങളുടെ റേഡിയോ ഒക്കെ ഇതിപ്പോ കൊടുത്തു. ഇനി എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പം മെയ് എന്ന് പറയുന്ന ഫുള്ള് സിനിമ റിലീസസ് ഉള്ള ഒരു സമയമാണ്. ഇനിയിപ്പൊ പേട്രിയോട്ട് ഉണ്ട്, ദൃശ്യം 3 ഇറങ്ങുന്നുണ്ട്, അതിരടി, അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. മാമിന് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ജോണർ, മാം ചേച്ചി അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഏതാണ്? ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള സിനിമ ഏത്? എനിക്ക് കോമഡി തന്നെയാണ് എനിക്ക് ഇഷ്ടം, ചിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അതോടൊപ്പം തന്നെ പ്രേതപടങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ്. ഞാൻ എന്നെ ബിഗ് ബോസിൽ കരച്ചിലോളി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അതെന്റെ ഒരു ബേസിക് നേച്ചർ ആയിരിക്കാം. ഞാൻ നല്ല ഒരുവിധപ്പെട്ട എല്ലാ അമ്മമാരുടെ ഒരു അവസ്ഥ അത് തന്നെയാണ്. ഞാൻ പറയുന്നത് കരച്ചിലും ഒരു വികാരമാണ്, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. കരച്ചില് തോന്നിയാൽ കരയല്ലേ വേണ്ടത്, അല്ലാതെ കരച്ചിൽ വരുമ്പോ എന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റും. ഞാൻ കരയുന്ന ആളാണ്. അതൊരു മോശം ഒരു വികാരമാണെന്ന് വിചാരിക്കുന്നില്ല. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കേ കരയാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കേ വേറൊരാളുടെ വേദന അറിഞ്ഞ് കരയാൻ തോന്നുള്ളൂ. മനസ്സിലായിട്ട്